എങ്ങനെ എം പിയുടെ പാട്ടൊക്കെ കേട്ടായിരുന്നു? സൂപ്പറായില്ലേ, അടിപൊളിയല്ലേ, അടിപൊളിയല്ലേ, അല്ലെങ്കിലും സൂപ്പറല്ലേ. എങ്ങനെ പൂരം എവിടം വരെ? പൂരൊക്കെ അങ്ങനെ തകർത്തോണ്ടിരിക്കുന്നു. പൂരം ഭാഗമായിട്ടില്ല. ഇനി അതെ തുടങ്ങിയിട്ടുള്ള ഇനി നാളെ വരെ പെട്ടെന്ന് തകർക്കും. എവിടേക്കാ, മഠത്തിലേക്ക് പോകുന്നുണ്ടോ അതോ ഇവിടെ ഞങ്ങളിപ്പോ അമ്പലത്തിൽ പോകണല്ലോ. അമ്പലത്തിൽ അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കണ്ടപ്പോ പരിചയപ്പെട്ട് വാങ്ങിച്ചിട്ട് വന്നല്ലേ. സുരേഷ് ഗോപിനെ കണ്ടു, ആളെ പാട്ടും കേട്ടു, അടിപൊളിയായി. സ്ത്രീ വോട്ടർമാരാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചതെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അത്രയും അതെ, സ്ത്രീകൾ തന്നെയാ ജയിപ്പിച്ചേ. സുരേഷ് ഗോപി വാക്കുകൾ കിട്ടുന്നില്ല. സുരേഷ് ഗോപിയെ കുറിച്ച് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലല്ലോ. വനിത ആണോ? ഓ, ഓക്കെ ഓക്കെ. ഞാനാണ് എം പിയില്. അങ്ങനെ ഒരു അനുഭവം കൂടി ഉണ്ടല്ലേ. പേര് രംഭ ഭക്തൻ. ഒരു ഹിറ്റ്ലർ മാധവൻകുട്ടി അല്ലേ? സോഷ്യൽ മീഡിയ താരമാണ് ഹിറ്റ്ലർ മാധവൻകുട്ടി. കോളങ്ങാട്ടുകാരിയാണ് വീട്. പൂരത്തിന്റെ പശ്ചാത്തലത്തിൽ റീൽ എടുക്കുന്നുണ്ടോ? പൂരത്തിന്റെ പശ്ചാത്തലത്തിൽ മകനാണ് എടുക്കുക. മകൻ വരും ഉച്ചരിഞ്ഞുണ്ടാവുക അവര്. അത് റീൽസ് ഉണ്ട്, എടുക്കണ്ടേ. അല്ല, ഈ ഹിറ്റ്ലർ മാധവൻകുട്ടിക്ക് ആവാൻ കാരണം എന്താ? അത് ഞങ്ങളുടെ വീട്ടിലെ ഞാൻ ഒരാണും 5 പെങ്ങന്മാരുമാണ്. അപ്പം അതൊരു സിനിമയിൽ അതാണല്ലോ റോളാറിൻ്റെ. അപ്പം ഞങ്ങളത് കണ്ടഭിനയിച്ചു. അത് വേണമെന്ന് പറഞ്ഞിട്ട് ആരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത് ആ ഒരു ആശയം? അതിൻ്റെ പെങ്ങന്മാർ പറഞ്ഞു നമുക്കൊരു ദിവസം അങ്ങനെ ഒരു 60-ാം പിറന്നാളിന് എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ ഒരേ ജാതി ഡ്രസ്സ് ഇട്ടു എല്ലാവരും. അന്ന് അത് അവിടെ ഷൂട്ട് ചെയ്തു എൻ്റെ മകൻ. അങ്ങനെ ഞങ്ങളത് വൈറലായിട്ടാണ്. അത് പെട്ടെന്ന് എത്രയോ 2 മില്യൺ കിട്ടി ഫസ്റ്റ് ദിവസം കൊണ്ട് തന്നെ. അപ്പം അത് പെട്ടെന്ന് വൈറലായി. എല്ലാവരും വന്നു, നമ്മളെ ചാനലിൽ എല്ലാവരും വന്ന് നമ്മളങ്ങനെ വൈറലായിട്ടാണ്. യഥാർത്ഥ ജീവിതത്തിലും കർക്കശക്കാരനായിട്ടുള്ള ഹിറ്റ്ലറാണോ? അല്ല, അത്ര എല്ലാവർക്കും നല്ല സൗമ്യനായ ഹിറ്റ്ലറാണ്, കർക്കശക്കാരനല്ല. അപ്പോൾ എങ്ങനെയാ പൂരത്തിന്റെ ഒരു ആസ്വാദനം എങ്ങനെയാണ്? ഇപ്പൊ എത്ര പൂരം കണ്ടു ഇതുവരെ? പൂരപ്പോ ഒരു 50 പൂരത്തോളൊക്കെ 60 പൂരമൊക്കെ കണ്ടിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ പൂരം കണ്ടിട്ടുണ്ട്. അത് എൻ്റെ അച്ഛൻ എന്നെ കൈ പിടിച്ച് കൊണ്ടിരുമ്പോൾ തൊട്ടേ ഞാൻ പൂരം കണ്ടിട്ടുള്ളത്. എനിക്കൊരു 10-67 വയസ്സായി. ഇപ്പോൾ ഉച്ചാറായിട്ട് കാണുന്നു പൂരം. ഈ പൂരത്തിന്റെ ഒരു മാറ്റം ഉണ്ടല്ലോ, ഒരു വളർച്ചയുണ്ടല്ലോ. ഈ കുഞ്ഞുകാലം മുതൽ ഇപ്പോൾ കുറച്ചുകൂടി ഗ്ലാമറസ് ആയിട്ടുള്ള പൂരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആ പൂരത്തിന്റെ ഒരു വളർച്ച എങ്ങനെയാ നോക്കിക്കാണുന്നത്? അതെന്തായാലും ഓരോ കൊല്ലം ചൊല്ലുന്ന ഓരോ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആകെ LED ലൈറ്റ്, അത് കോലത്തിന് പകരം ഉള്ള ഇതൊക്കെ മറ്റു കുടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മറ്റുള്ള ഓരോന്നും ആകർഷണീയമായിട്ട് കാട്ടി തുടങ്ങി പൂരത്തിന്. അപ്പം അത് ഇച്ചിരി കൂടി ഒരു ആകർഷണമായി. അന്നത്തെ അതെന്ന് പറയുമ്പോൾ അതൊന്നുമില്ല, വെറുതെ കുടകൾ മാത്രം കുറച്ച് നേരം ഉണ്ടാവും. പക്ഷെ അതല്ല, അന്നത്തെയും ഇന്നത്തെയും ജനം നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ പണ്ടത്തെ പൂരക്കാലത്തിന്റെ വല്ല ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാറുണ്ട്? ഓ, അന്നൊരു പൂരത്തിന് ഞങ്ങൾ ഇരിക്കണതിൻ്റെ കുറച്ച് അകലാണ് ഒരു അപകടം ഉണ്ടായത്, ഈ വെടിക്കെട്ടിൽ തന്നെ. അന്ന് വളരെ സങ്കടകരമായി ഒരു 10-15 ആളുകാർ മരിച്ചു. അത് കണ്ണിൽ കാണേണ്ടൊരു ഇടവന്നുണ്ട്. വേറെ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് വെടിക്കെട്ടിനോട് പിന്നീട് എന്തെങ്കിലും ഒരു ഭയമൊന്നുമില്ല. വെടിക്കെട്ടിനോട് ഇൻട്രസ്റ്റ് തന്നെയാണ്. അതിപ്പോഴും തൃശ്ശൂർ ഒരു സംഭവം ഉണ്ടായിപ്പോയി. അതെ അതെ, അത് ദയനീയമായി ഉണ്ടായി. അതന്നെ, അതാണ് ഉണ്ടായി. ഈ പുതിയ കാലത്തെ പൂരത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? പുതിയ കാലത്തെ പൂരം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ആകർഷണമല്ലേ. എവിടെ നോക്കിയാലും എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള പൂരമാണ്. കളർഫുള്ളായി പുതിയ കാലം. അതെ അതെ, പുതിയ കാലം. എങ്ങനെയാണ് ഈ സ്ത്രീകളുടെ പൂരം എങ്ങനെ? കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് സ്ത്രീകൾക്ക് പൂരം കാണാൻ ഒരു പ്രത്യേക സൗകര്യം ഒരുക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നത്. പക്ഷേ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ സ്ത്രീകളും പെൺകുട്ടികളും അടക്കം പൂരപ്പറമ്പിൽ ഇങ്ങനെ സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ പൂരം ആഘോഷിക്കാൻ തന്നെയാണ് ഇന്ന് വന്നത്. ഇന്ന് രാവിലെ നേരത്തെ 6 മണിയാകുമ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി. ഞങ്ങളിത് വൈകിട്ട് വരെ കണ്ട് ആസ്വദിച്ച് പോകാൻ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിക്കണേ. ഈ ആണുങ്ങളുടെ പോലെ പെണ്ണുങ്ങൾക്കും എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ. അതും പെണ്ണുങ്ങളും ഇത് വേർതിരിവൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് അങ്ങ് പൂരം ആഘോഷിച്ച്. അതെ അതെ, ആണും പെണ്ണും വ്യത്യാസമില്ലാണ്ട് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാനുള്ളത് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരം. എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാനുള്ളൊരു പൂരം തന്നെയാണ് തൃശ്ശൂർ പൂരം. പണ്ട്
പൂരപ്പറമ്പിലെത്തുക എന്നുള്ളതൊരു പേടിയുള്ള കാര്യമുണ്ട്. പണ്ട് ഞങ്ങൾക്കൊരു പേടിയായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാരൊന്നും പൂരത്തിന് തൃശ്ശൂർ പൂരത്തിന് വിട്ടിരുന്നില്ല. ഈ പൂരത്തിന് തൃശ്ശൂർ വരില്ല, തൃശ്ശൂർക്കാർ വരില്ല, രണ്ടാമത്തെ പൂരത്തിനാണ് തൃശ്ശൂർക്കാർ വരിക എന്നാണ് എല്ലാവരും പറയുക. അതന്നെ, അതിനാണ് നമ്മൾ മെയിനായിട്ട് വരാറ്. ഈ പൂരത്തിന് ഞങ്ങൾ അധികം വരാറില്ല. തൃശ്ശൂർക്കാരായാലും ഞങ്ങൾ അധികം വരാറില്ല ഇവിടെ. ഇക്കൊല്ലം ഞങ്ങളെ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഞങ്ങൾ ഈ പൂരം കാണാനായിട്ട് വരാറുണ്ട്.